നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും ഫിസിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പ്രോബ്ലം സൈഡാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നോട്ട്ബുക്ക്, ഒരു പേന ആദ്യം എടുക്കുക. നമ്മൾ പ്രോബ്ലം ആണ് ചെയ്യുന്നത്, നമുക്ക് തിയറി പാർട്ടല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളൊരു നോട്ട്ബുക്ക് എടുക്കുക, അതിൻ്റെ കൂടെ ഒരു പേനയും എടുക്കുക, എന്നിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ഫോളോ ചെയ്ത് അത് എന്ത് ചെയ്യാൻ നോക്കുക, എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അഥവാ സ്പീഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ആ ഒരു പ്രോബ്ലം ഒന്ന് പരിഹരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ പ്രോബ്ലം ഇങ്ങനെയാണ്: 0.5 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ. അതായത് 0.5 ആംപിയർ കറണ്ട് ഒരു താപനോപകരണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കടത്തിവിടുന്നു. എത്ര വോൾട്ട് സപ്ലൈ ഉള്ള, 230 വോൾട്ട് സപ്ലൈ ഉള്ള ഒരു താപനോപകരണത്തിലൂടെ 0.5 ആംപിയർ കറണ്ട് കടന്നു പോകുന്നു. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ കടത്തിവിടുന്നു. അങ്ങനെയെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: the quantity of charge that flows through the conductor in 5 minutes. അതായത് 5 മിനിറ്റ് സമയം കൊണ്ട് ആ പറയുന്ന സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവ് കണക്കാക്കുക. ചാർജിന്റെ അളവ് കണക്കാക്കുക. അപ്പോൾ നമുക്ക് ചാർജും കറണ്ടും ഒക്കെ റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ 9ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണെന്ന് എഴുതിയിടാം. I is equal to Q by T ആണ്. I is equal to Q by T. അപ്പോൾ ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് അല്ലെങ്കിൽ Q ആണ് കാണേണ്ടത്, അല്ലേ? ചാർജിന്റെ അളവാണ്. അപ്പൊ Q കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: Q is equal to I into T. അതായത് ഇവയെ തമ്മിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Q കാണാൻ വേണ്ടി ഐയും ടിയും തമ്മിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ Q is equal to IT എന്ന് കിട്ടി. നമ്മൾ ഇനി എന്ത് ചെയ്യുക, വില കൊടുക്കുക. കറണ്ട് നമുക്കറിയാം, എത്രയാണ് കറണ്ട്? കറണ്ടിന്റെ വാല്യൂ 0.5, അല്ലേ? ഇനി ടൈം എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. ടൈം എത്രയാണ്? 5 മിനിറ്റ് എന്നാണ് പറയുന്നത്. 5 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം മിനിറ്റിനെ സെക്കൻഡ് ആക്കി മാറ്റാൻ 5 ഗുണം 60. അപ്പൊ 5 ഗുണം 60 ആകുമ്പോൾ ഏകദേശം എത്ര വരും? 300 വരും. എത്ര വരും? 300. അപ്പൊ 0.5 into 300, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത്രയുമാണ്, 150, 150 കൂളോം. കൂളോം എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ചാർജ് അല്ലെങ്കിൽ ചാർജിന്റെ എന്താണ്, യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് അല്ലെങ്കിൽ ചാർജിന്റെ അളവ് എത്ര വന്നു? 150 കൂളോം അല്ലെങ്കിൽ 150 കൂളോം. ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ, നിങ്ങൾക്ക് ബോഡി കാണാൻ കഴിയും. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി എടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ മച്ച് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്? ഹൗ മച്ച് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്? അതായത് ഈ സർക്യൂട്ടിലെ നമ്മൾ ആ പറഞ്ഞ ആ ക്വസ്റ്റ്യനിലുള്ള ആ സർക്യൂട്ടിൽ എന്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? റെസിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, R is equal to V by I ആണ്. അതായത് സർക്യൂട്ടിലെ പ്രതിരോധം കണക്കാക്കാനാണ് പറഞ്ഞത്. രണ്ട് മീഡിയത്തിന് വേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ സർക്യൂട്ടിലെ പ്രതിരോധം കണക്കാക്കാൻ വേണ്ടി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി R is equal to V by I ആണ്. V എത്രയാണെന്ന് ക്വസ്റ്റ്യനകത്തുണ്ട്, 230 ആണ്. 230 ഡിവൈഡഡ് ബൈ കറണ്ട് എത്രയാണെന്ന് നമുക്കറിയാം, 0.5 ആണ്. 0.5. താഴത്തെ പോയിന്റ് കളയാൻ വേണ്ടി മുകളിലും താഴെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും നോക്കാം. നോക്കിയേ, 230 into 10 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്, മുകളിലോട്ട് എഴുതുകയാണ്, 2300 ഡിവൈഡഡ് ബൈ 0.5 into 10 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വരും. ശരിയല്ലേ? ഇതിനെ ഡിവൈഡ് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 460. എത്രയാണ്? 460 ഓം ആണ്. പ്രതിരോധം കണ്ടെത്തിയത് കൊണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടെത്തിയത് കൊണ്ട് അതിന്റെ യൂണിറ്റ് എങ്ങനെയാണ്? 460 ഓം. 460 ഓം അല്ലെങ്കിൽ 460 ഓം. നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്: കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ കറന്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് ഫോർ 5 മിനിറ്റ്സ്. അതായത് 5 മിനിറ്റ് സമയത്തേക്ക് ആ പറയുന്ന സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകിക്കഴിഞ്ഞാൽ അല്ലേ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് അല്ലെങ്കിൽ ഹീറ്റിന്റെ അളവ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കറിയാം ജൂൾ നിയമം നമ്മൾ പഠിച്ചതാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ജൂൾ നിയമം.
H is equal to I square RT എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. H is equal to I square RT. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പറയുന്ന ഹീറ്റ് അല്ലെങ്കിൽ താപത്തിന്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. നമുക്കിവിടെ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. കാര്യം H കാണാൻ മറ്റു രണ്ട് ഇക്വേഷൻസ് കൂടെ ഉണ്ട്. H is equal to V square T by R, H is equal to VIT. പക്ഷെ നമുക്കിവിടെ ഏത് ഇക്വേഷൻ മതി? H is equal to I square RT മതി അല്ലേ? അപ്പോൾ 5 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ ആ ക്വസ്റ്റിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. 5 മിനിറ്റ് സമയം കൊണ്ട് ആ സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ എത്ര കറണ്ട്? 0.5 ആംപിയർ കറണ്ട് പാസ് ചെയ്താൽ അതിനകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റിന്റെ അളവ് അല്ലെങ്കിൽ താപത്തിന്റെ അളവ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് H is equal to I square RT മെയിൻ ഇക്വേഷൻ എഴുതി. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ആണ്. എത്രയാണെന്ന് നമുക്കറിയാം? 0.5 ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുക. എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഇപ്പൊ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചാണ് 460 460 ഇൻറ്റു ടി 5 മിനിറ്റ് ആണ്. അതിനെ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 5 ഗുണം 60 സമയം എത്രയാണ്? 300. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ബാക്കി ശ്രദ്ധിക്കുക. 0.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.25 ആണ്. 0.25 പിന്നീട് 460 ഇൻറ്റു 300. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൻസർ ദാണ്ട് ഇത്രയും ആയിരിക്കും. അതായത് 34,500 ജൂൾ. 34,500 ജൂൾ താപമാണ് അതിനകത്ത് 5 മിനിറ്റ് കറണ്ട് പോകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റിന്റെ അല്ലെങ്കിൽ താപത്തിന്റെ അളവ്. അപ്പോൾ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് നാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഞാനത് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഹൗ മച്ച് ഈസ് ദ പവർ ഓഫ് ദ heating device? How much is the power of the heating device connected to a circuit if we ignore the resistance of the circuit? അതായത് മലയാളം മീഡിയത്തിലൂടെ പറഞ്ഞ ഇങ്ങനെ പറയാം. നമുക്ക് ആ പറയുന്ന സർക്യൂട്ടിന്റെ പ്രതിരോധം പരിഗണിച്ചില്ല എങ്കിൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന താപനോപകരണത്തിന്റെ എന്ത് കണക്കാക്കുക? പവർ കണക്കാക്കുക. ഇത് കണക്കാക്കാനാണ് പവർ. നമുക്ക് പവർ P ഈസിക്കൽ ടു നമുക്ക് അറിയാവുന്നതാണ്. പവർ P ഈസിക്കൽ ടു നിങ്ങൾക്ക് കാണാൻ പറ്റും. പവർ P ഈസിക്കൽ ടു IV ആണ്. പവർ P ഈസിക്കൽ ടു IV. സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് നമുക്കറിയാം. പവറല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ എടുത്തത്, IV എടുത്തത്. മറ്റുള്ള ഇക്വേഷൻസ് കൊടുക്കാതെ. പക്ഷേ ഇവിടെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? IV ഉപയോഗിച്ചാണ്. പിന്നീട് അവരുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം പരിഗണിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പവർ P കാണാനുള്ള ഇക്വേഷൻ P ഈസിക്കൽ ടു IV. I എന്ന് പറയുന്നത് 0.5 ആണ്. ഇൻറ്റു V എന്ന് പറയുന്നത് എത്രയാണ്? 230 ആണ്. 230. അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സമയത്ത് എത്ര വരും? 230 ഇൻറ്റു 0.5 ഈസിക്കൽ ടു എത്ര വരും? 115 വാട്ടാണ്. എത്ര വാട്ടാണ്? 115 വാട്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. നമ്മുടെ മുൻ ക്ലാസ് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ ഈ പ്രോബ്ലം സൈഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള 2 ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? ഒന്ന് കേട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പ്രോബ്ലം ക്ലാസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? എത്തിപ്പെടുക. അപ്പോൾ എത്ര കിട്ടി? 115 വാട്ടാണ് അതിന്റെ എന്ത് പറയുന്നത്? പവർ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ബ്രാഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? അവിടെ കഴിയും. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി നമുക്ക് മെയിൻ ആയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നോട്ട് ചെയ്ത് കൊടുക്കുക. The resistors of 2 ohm, 3 ohm and 6 ohm are given in the circuit. അതായത് നമ്മളുടെ കയ്യിൽ 2 ഓമിന്റെയും 3 ഓമിന്റെയും 6 ഓമിന്റെയും പ്രതിരോധകങ്ങൾ നമ്മളുടെ കയ്യിൽ തന്നിരിക്കുന്നു. ഓക്കെ. എന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. What is the highest resistance that you can get all of them? അതായത് ഈ പറയുന്ന 3 പ്രതിരോധകങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സർക്യൂട്ടിലെ മാക്സിമം പ്രതിരോധം എത്രയായിരിക്കും? അങ്ങനെ സർക്യൂട്ടില് മാക്സിമം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം പ്രതിരോധം കിട്ടണമെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു. റെസിസ്റ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ്സ് ഉള്ള ആ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. എങ്ങനെയാണ് അതിനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം? എങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടത്? സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ശ്രേണിയായിട്ട് അറേഞ്ച് ചെയ്താലേ സാധിക്കും. അപ്പം ഒരു സർക്യൂട്ട് നമ്മൾ പഠിക്കേണ്ട ഓരോ പ്രോബ്ലം പഠിക്കുമ്പോഴും അതിന്റെ തിയറിയോടെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക.
അവിടെ മാക്സിമം റെസിസ്റ്റൻസ്, ഒരു സർക്യൂട്ടിൽ നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ അവിടെ തന്നിരിക്കുന്ന റെസിസ്റ്ററുകളെ നമ്മൾ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം? സീരീസ് ആയിട്ട്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? സീരീസ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ സീരീസ് അറേഞ്ച് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് എഴുതി വെക്കുക. R1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ohm. R2 എത്രയാണ്? 3 ohm. R3 എത്രയാണ്? 6 ohm. അപ്പൊ ഇതിനെ ഏത് രീതിയിലാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം? സീരീസ് ആയിട്ട്. അപ്പൊ സീരീസ് ആയിട്ട് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. R ഈസിക്കൽ, നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. R ഈസിക്കൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. R1 പ്ലസ് R2 പ്ലസ് R3 ഈസിക്കൽ ടു R1 എത്രയാണ്? 2. R2 എത്രയാണ്? 3. R3 എത്രയാണ്? 6. ആഡ് ചെയ്ത് കിട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 2 plus 3 is equal to 5. 5 plus 6 is equal to 11. അതായത് 2 അധികം 3 സമം 5, 5 അധികം 6 സമം എത്രയാണ്? 11. യൂണിറ്റ് മറന്നു പോകരുത്. യൂണിറ്റ് എങ്ങനെയാണ്? റെസിസ്റ്റൻസ് ആയതെങ്കിൽ പ്രതിരോധം ആയതുകൊണ്ട് 11 ഓം. 11 ഓം. ആ ക്വസ്റ്റ്യൻ ആൻസർ എത്ര കിട്ടി നമുക്ക്? 11 ഓം എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ആൾ ഓഫ് ദം? അതായത് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിരോധം അല്ലെങ്കിൽ കുറഞ്ഞ റെസിസ്റ്റൻസ് എത്രയാണ്? അപ്പൊ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രതിരോധം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന തന്നിരിക്കുന്ന റെസിസ്റ്ററുകളെ അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ നമ്മൾ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സമാന്തരമായിട്ട് ക്രമീകരിക്കണം. എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? സമാന്തരം അല്ലെങ്കിൽ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞായിരുന്നു, ഏറ്റവും കൂടുതൽ കിട്ടണമെങ്കിൽ ശ്രേണിയായിട്ടും അല്ലെങ്കിൽ സീരീസ് ആയിട്ടും, ഏറ്റവും കുറവ് സർക്യൂട്ടിൽ ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ അതിനെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം? പാരലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. അങ്ങനെ പാരലായിട്ട് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാണ്? ഇക്വേഷൻ അറിയാമല്ലോ. 1/R is equal to 1/R is equal to 1/R1 plus 1/R2 plus 1/R3. വില കൊടുക്കുക, നമ്മൾ ശ്രദ്ധിക്കണം. 1/R അങ്ങനെ എഴുതി പോണം കേട്ടോ. 1/R is equal to 1/R1. 1/R1 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1/R1. R1 എത്രയാണ്? 2 ആണ്. 1/R2 എത്രയാണ്? 3 ആണ്. പ്ലസ് 1/R3 എത്രയാണ്? 3. R3 എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മൾ ക്രോസ് എടുക്കുക. ക്രോസ് എടുക്കുമ്പോൾ 1 into 3 3 പ്ലസ് 2 into 1 2 2 into 3 എത്ര വരും? 6. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആദ്യം ക്രിയ ചെയ്യുന്നത്, പിന്നീട് മറ്റേതുമായിട്ട് എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അപ്പൊ എത്ര വരും? 1/6. ഓക്കെ, ബാക്കി ഈ സൈഡിലോട്ടൊന്ന് എഴുതുകയാണ്, ശ്രദ്ധിച്ചോളുക. അപ്പോൾ 3 plus 2 എന്ന് പറയുന്നത് 5 ആണ്. 5 എത്രയെന്ന് വന്നു? 6 എന്ന് വന്നു. പ്ലസ് ഈ 1/6 അത് കണക്ക് എഴുതും. 1/6. ഓക്കെ, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടിന്റെയും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒന്നാണ്. അപ്പോൾ ഛേദം കോമൺ ആയിട്ട് എടുത്തെഴുതുക, പൊതുവായി എടുത്തെഴുതുക. മേളത്തെ അംശങ്ങളെ അല്ലെങ്കിൽ എന്താണ് ന്യൂമറേറ്ററുകൾ തമ്മിൽ എന്ത് ചെയ്താൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 5 plus 1 is equal to 6. 6/6 എന്ന് പറയുന്നത് എത്രയാണ്? 1/R ആണ്. 6/6 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇതിനകത്ത് 6 കാണണമെങ്കിൽ എങ്ങനെയാണ്? 6 കാണണമെങ്കിൽ തിരിച്ചിട്ടാൽ മതി. തിരിച്ചിടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? R is equal to 1 ohm എന്ന് കിട്ടും. എത്ര കിട്ടും? 1 ohm. അപ്പോൾ ഏറ്റവും കുറവല്ലേ ഈ 3 റെസിസ്റ്ററുകളെ, 2 ഓമിന്റെയും 3 ഓമിന്റെയും 6 ഓമിന്റെയും 3 പ്രതിരോധങ്ങളെ അല്ലെങ്കിൽ 3 റെസിസ്റ്ററുകളെ നമ്മൾ പാരലായിട്ട് അറേഞ്ച് ചെയ്ത സമയത്ത് എന്ത് വന്നു? അതിന്റെ മാക്സിമം റെസിസ്റ്റൻസ്, സർക്യൂട്ടിലെ മാക്സിമം റെസിസ്റ്റൻസ് എത്ര വന്നു? 1 ohm വന്നു. എത്ര ഓം വന്നു? 1 ohm. അപ്പോൾ ഏറ്റവും കുറവ് രീതിയാണെങ്കിൽ പാരലൽ അല്ലെങ്കിൽ എങ്ങനെയാണ്? സമാന്തരമായിട്ടും. ഏറ്റവും കൂടിയ രീതിയാണെങ്കിൽ ഏത് രീതിയിൽ ക്രമീകരിക്കണം? ശ്രേണി അല്ലെങ്കിൽ സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്യാൻ യു മേക്ക് എ റെസിസ്റ്റൻസ് ഓഫ് 4.5 ohm? അതായത് 4.5 ohm പ്രതിരോധമുള്ള ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് മേക്ക് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ആരെ വെച്ചുകൊണ്ട്? ഈ 3 പ്രതിരോധങ്ങളെ അല്ലെങ്കിൽ ഈ 3 റെസിസ്റ്റൻസ് വാല്യൂ വെച്ചുകൊണ്ട് 4.5 ohm എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സബല പ്രതിരോധം വരുന്ന ഒരു സർക്യൂട്ട് നിർമ്മിക്കാമെന്നാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. ആ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ
നമുക്കറിയാം ഇവരെ മൂന്നുപേരെയും ശ്രേണിയിൽ അല്ലെങ്കിൽ സീരീസ് കണക്ഷനിലായി കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എത്ര വരുമെന്ന് അറിയാം. എത്രയാണ്? മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 11 ഓം. 11 ഓം. ഇവരെ പാരലായിട്ട് ക്രമീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സമാന്തരമായിട്ട് ക്രമീകരിക്കുകയാണെങ്കിൽ ഇവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്? 1 ഓം. എത്ര ഓമാണ്? 1 ഓം. അവയുള്ളവരെ സീരീസ് ആയിട്ട് ക്രമീകരിക്കുകയാണെങ്കിൽ 11 ഓം ആണ്. സീരീസ് ആണെങ്കിൽ 11 ഓമും പാരലൽ ആണെങ്കിൽ എത്ര ഓമാണ്? 1 ഓമോ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവരെ മൂന്നുപേരെയും സീരീസ് ആയിട്ടും പാരലായിട്ടും അറേഞ്ച് നമുക്ക് എന്ത് കിട്ടത്തില്ല? എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4.5 ഓം ഉള്ള ഒരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. മൊത്തം എന്താണ്? സീരീസ് ആയിട്ടും അല്ലെങ്കിൽ മൊത്തം പാരലായിട്ടും അറേഞ്ച് ചെയ്താൽ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്ട് ആ ചെയ്യേണ്ട രീതിയാണിത്. അതിനുവേണ്ടി ഞാൻ ഒരു സർക്യൂട്ട് വരയ്ക്കാം. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ട് പ്രതിരോധങ്ങളെ സമാന്തരം അല്ലെങ്കിൽ എങ്ങനെ പാരലായിട്ടും ഒരാളെ അവർക്ക് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യും. സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം സർക്യൂട്ട് വരയ്ക്കാഞ്ഞതും അതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എന്റെ കൂടെ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് കണ്ടേ ആദ്യം ശ്രദ്ധിക്കുക. രണ്ടെണ്ണം നമ്മൾ പാരലായിട്ട് വരച്ചു. ഇനി ഇവർക്ക് രണ്ടിനും ശ്രേണി അല്ലെങ്കിൽ സീരീസ് ആയിട്ട് മറ്റൊരു മൂന്നാമത്തത്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇങ്ങനെ വേണം നമ്മുടെ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടെണ്ണം സമാന്തരം അല്ലെങ്കിൽ പാരലൽ, അവർക്ക് ശ്രേണിയായിട്ട് അടുത്തത്. ഇനി ഇവിടെ ആരെയൊക്കെ എടുത്തു നോക്കുക നമ്മൾ നോക്കാം. ഞാൻ ചെയ്യാൻ പോകുന്ന രീതി നോക്കുക. ഇവിടെ 2 ഓം റെസിസ്റ്റർ ക്രമീകരിച്ചു. ഇവിടെ 6 ഓം റെസിസ്റ്റർ ക്രമീകരിച്ചു. ഇവിടെ ബാക്കിയുള്ള ആളാരാണ്? 3 ഓം. അയാളെ ഞാൻ എടുത്ത് അവിടെയും വെച്ചല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടണം? 4.5 ഓം വരുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഇവരെ രണ്ടുപേരെയും സമാന്തരം അല്ലെങ്കിൽ പാരലൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. രണ്ടുപേരായതുകൊണ്ട് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. R is equal to R1 R2 divided by R1 plus R2. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇനി നമ്മൾ വില കൊടുക്കുക. R1 2, R2 6, R1 plus R2 2 plus 6, 2 into 6 എത്രയാണ്? 12 divided by 8 എത്ര വന്നു? ആൻസർ എത്ര വരും? 1.5 വന്നു. 1.5 ഓം വന്നു. ശരിയല്ലേ? അപ്പോൾ അവരെ രണ്ടുപേരെയും പാരലായിട്ട് ക്രമീകരിച്ച സമയത്ത് അല്ലെങ്കിൽ സമാന്തരമായിട്ട് ക്രമീകരിച്ച സമയത്തുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 1.5. അപ്പം ഇവിടത്തെ എത്ര കിട്ടി? മൊത്തത്തിൽ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റർ കിട്ടി 1.5 കിട്ടിയല്ലോ, ഓം കിട്ടിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ 1.5ഉം ഈ പറയുന്ന 3 ഓമും ഏത് രീതിയിലാണ് ഇരിക്കുന്നത്? സീരീസ് അല്ലേ? എങ്ങനെയാണ്? സീരീസ്. അങ്ങനെ സീരീസ് ആയതുകൊണ്ട് സീരീസ് ആയതുകൊണ്ട് ഈ സർക്യൂട്ടിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം ഈസ് ഈക്വൽ ടു തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടുത്തെ എത്ര കിട്ടി? 1.5 കിട്ടി. 1.5 പ്ലസ് ഇവിടുത്തെ എത്രയാണ്? 3. 1.5 3 എത്രയാണ്? 4.5 ഓം. ഓക്കെ, ഇത് കൃത്യമായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുന്ന ആൾക്ക് മാത്രമേ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാകത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാതെ നമ്മുടെ ചാനലിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോബ്ലം സൈഡ്. ഇനിയുമുണ്ട് പ്രോബ്ലം സൈഡ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മുടെ സമയപരിധി മൂലം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.